ഹൈ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ഏതാനും വീഡിയോകളിലായിട്ട് നമ്മൾ ഇംഗ്ലീഷ് മാസ്റ്ററി കോഴ്സിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിന്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു മാപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ട്രാവലർ, യാത്രക്കാരൻ ഡ്രൈവറെ എങ്ങനെയാണ് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ഗൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ആ പ്രോസസ്സ്. അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് മറ്റു പല തലത്തിലേക്കും കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അറിഞ്ഞതിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഒന്നുകൂടി നമ്മളെ മെമ്മറിയിൽ അത് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്നും തോന്നരുത്. എന്തുകൊണ്ടാണ് ഇതേ എക്സാമ്പിൾ എടുക്കുന്നത്? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിയൽ സിറ്റുവേഷൻ വരുമ്പോൾ ഇത്തരം ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾക്ക് സ്വയം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട് ഓരോ ദിവസം മുന്നോട്ട് പോകാൻ സാധിക്കും. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് എന്താണ് വാട്ട് ഡസ് ദ ഡ്രൈവർ ഡു, ഡ്രൈവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഒരു പ്രോസസ്സിനെ ജസ്റ്റ് ആസ് സച്ച് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ജസ്റ്റ് ഇങ്ങനെ യൂഷ്വലായിട്ട് കാര്യങ്ങൾ, ഇപ്പൊ ഡ്രൈവർ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാണ്, ഇടത് ഭാഗത്തേക്ക് ടേൺ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതേ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ തിരിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസിലേക്ക് ഇതിനെ ജസ്റ്റ് കൺവേർട്ട് ചെയ്യുക. പാസ്റ്റ് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ഡ്രൈവർ ചെയ്തത്. ഓൾറെഡി ഈ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ ഡ്രൈവർ എന്ത് ചെയ്തു, ഡ്രൈവർ നിങ്ങളെ എന്ത് ചെയ്തു, അത് എങ്ങനെയാണ് ഡ്രൈവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പൊ വാട്ട് ഡിഡ് ദ ഡ്രൈവർ ഡു, ഡ്രൈവർ എന്താണ് ചെയ്തത്? വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ ഇതേ ഒരു ഗൈഡൻസ്, ഇതേ ഒരു നിർദ്ദേശം ഡ്രൈവർക്ക് കൊടുത്ത കാര്യങ്ങൾ ഇതാ മറ്റൊരു സുഹൃത്തിനോട് ഈ ട്രാവലർ, ഈ യാത്രക്കാരൻ പറയാണ്. രാജു ഡ്രോവ് ഔട്ട് ഓഫ് ദ എയർപോർട്ട്. രാജു എന്ന് പറയുന്ന ഡ്രൈവറുടെ പേരാണ്. ആ രാജു എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് കടന്നു, ഡ്രൈവ് ചെയ്തു. Then he turned left into the sea road. Sea roadലേക്ക് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു, തിരിഞ്ഞു. He turned left again into the airport road. വീണ്ടും എയർപോർട്ട് റോഡിലേക്ക് തിരിഞ്ഞു. അങ്ങനെ he kept straight along airport road. എയർപോർട്ട് റോഡിലൂടെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. He kept straight on. എയർപോർട്ട് റോഡിലൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. Then he went straight across the next roundabout. പിന്നെ നെക്സ്റ്റ് റൗണ്ട് അബൌട്ടിലേക്ക് നേരെ പോയി. ആൻഡ് കണ്ടിന്യൂഡ് അലോങ് എയർപോർട്ട് റോഡ്. അങ്ങനെ എയർപോർട്ട് റോഡിലൂടെ തന്നെ തുടർന്നും മുന്നോട്ട് പോയി. ഹി ടേൺ റൈറ്റ് അറ്റ് ദ ട്രാഫിക് ലൈറ്റ്സ്. ട്രാഫിക് ലൈറ്റ്സിന്റെ അടുത്തെത്തിയപ്പോൾ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു. ഹി വെന്റ് അലോങ് മാലിക് സ്ട്രീറ്റ്. അങ്ങനെ മാലിക് സ്ട്രീറ്റിലൂടെ പോയി. ഹി ടേൺ റൈറ്റ് അറ്റ് ദ റൗണ്ട് അബൌട്ട്. റൗണ്ട് അബൌട്ടിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞു. ഇങ്ങനെ നമ്മളൊരു പ്രോസസ്സ് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. നമ്മൾ ഇതിനകം 1, 2, 3 ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെ, അതിനെ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. ആ ഇൻസ്ട്രക്ഷൻ എഴുതി വെക്കുക. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ആക്ടിവിറ്റി ഇതാണ്. ആ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെക്കുക. ആ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചതിനോട് നേരെ ഒരാളെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോ അയാൾ എന്തൊക്കെ ചെയ്തു, സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ചെയ്തു? ദ കുക്ക് വാഷ്ഡ്. കണ്ടില്ലേ? ഇതേപോലെ തന്നെ ആക്ഷൻ വേർബിലെ ജസ്റ്റ് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ സെന്റൻസ് ആരാണോ ചെയ്ത കർത്താവ്, സബ്ജക്റ്റിനെ ആഡ് ചെയ്യുന്നു. ഈ
ആക്ഷൻ വേർബിനെ നമ്മൾ എടുത്ത് നേരെ ED ഫോം അഥവാ പാസ്റ്റ് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. വാഷ് എന്നാണെങ്കിൽ വാഷ്ഡ്. ഇതുപോലെ എല്ലാ വേർബിനും ഒരു രണ്ടാമത്തെ V2 ഫോം ഉണ്ട്. അതിന് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത് പാസ്റ്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് എന്നൊക്കെ പറയും. ഇത്തരം ടെക്നിക്കൽ വേർഡ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യണ്ട. അതേസമയം നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് അറിയും. ഡ്രൈവിംഗ് ഇപ്പൊ നമ്മളിങ്ങനെ കുറേ പഠിച്ചിട്ട് ക്ലച്ച്, ആക്സിലറേറ്റർ, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മയിൽ വെക്കാറില്ലല്ലോ. നമ്മൾ ആ പ്രോസസ്സാണ് ഓർമ്മയിൽ വെക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഹി ടേൺഡ് ചില വേർഡ്സിന് പാസ്റ്റ് ടെൻസ് ആക്കാൻ ജസ്റ്റ് ED ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചിലതിന് അത് മതിയാവില്ല. അത് റെഗുലർ വേർബ്, ഇറഗുലർ വേർബ് എന്നൊക്കെ പറയും. അത്തരം ടെക്നിക്കൽ ടേംസ് ഒന്നും ഓർത്തിരിക്കണ്ട. നമ്മൾ അത് ശീലിച്ച് വായിച്ച് ശീലിക്കുക, പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുക. ഒരുപാട് റൂൾസിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുന്നതാണ് ഈ സ്റ്റേജിൽ ഏറ്റവും നല്ലത്. പിന്നീട് നമ്മൾ ഒരാളെ പഠിപ്പിക്കാനൊക്കെ ആവുന്ന സമയത്തേക്ക് നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പോവാം. അങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് നിങ്ങളൊരു ടീച്ചർ ലെവലിലേക്കൊക്കെ മാറുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ആവശ്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ സ്റ്റേജിലും പഠിച്ചാൽ മതി. മനസ്സിലായല്ലോ? ഇത്ര മാത്രം അപ്പൊ ചെയ്യേണ്ടത്. ഇതുപോലെ 1 2 ആക്ടിവിറ്റീസിനെ നിങ്ങൾ എഴുതി വെക്കുകയും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക പാസ്റ്റ് ടെൻസിൽ. ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾ കമന്റ്സ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പ്രാക്ടീസ് ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ കോൺഫിഡൻസ് ലെവലിൽ മാറ്റം വന്നോ ഇല്ലേ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ വീഡിയോയിൽ യൂട്യൂബിൽ ഒന്ന് കമന്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് കൂടുതൽ നിങ്ങൾക്ക് ഫലപ്രദമാവുന്നു എന്ന് അറിയുമ്പോഴാണ് നമുക്ക് അതിലൊരു സന്തോഷം. അതല്ല എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുക, അറിയിക്കുക. നിങ്ങളുടെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് മുന്നോട്ട് വരിക. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ അത് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുകയും മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നമുക്ക് തുടർന്നും ചെയ്ത് മുന്നോട്ട് തന്നെ പോകാം. അപ്പോൾ നെക്സ്റ്റ് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി.